ചെറുപ്പം മുതൽ അടങ്ങിയിരിക്കാൻ വേണ്ടി പാരന്റ്സ് ഫോൺ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഏത് നേരവും അതിൽ തന്നെയാണ്. അങ്ങനെ 6ാം ക്ലാസ്സിലെത്തി. അവന്റെ ബർത്ത്ഡേക്ക് ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് പയ്യന് ഗിഫ്റ്റായി ഒരു പുതിയ ഫോൺ വാങ്ങിക്കൊടുത്തു. അത് കിട്ടിയ ഉടനെ പയ്യനും പബ്ജി ഡൗൺലോഡ് ചെയ്ത് നൈറ്റ് ഫുള്ളി ഇരുന്ന് കളിക്കാൻ തുടങ്ങി. ഫോണിൽ ആ ഗെയിം കളിക്കുമ്പോൾ അതിനകത്ത് പോയി കളിക്കുന്നത് പോലെ ഇമാജിനേഷൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ സ്കൂളിൽ അവന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലോണം മോശമാണെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു ദിവസം ക്ലാസ്സിൽ ബുക്ക് എടുത്ത് വായിക്കാൻ പറഞ്ഞതും വായിക്കുമ്പോൾ ഒരു ലൈൻ വായിക്കാതെ വേറൊന്നിലേക്ക് പോയി. എന്താ നീ ഇങ്ങനെ വായിക്കുന്നത്, ശരിക്കും വായിക്കുക എന്ന് ടീച്ചർ പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും അതേപോലെ തന്നെ വായിച്ചു. ഇവന്റെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട്, പോയി ഡോക്ടറെ കാണിക്കുക എന്ന് പറഞ്ഞയച്ചു. അവന്റെ അമ്മയും പയ്യനെ കൂട്ടിയിട്ട് ഡോക്ടറിന്റെ അടുത്ത് ചെക്ക് ചെയ്തു. പക്ഷെ കണ്ണിന് ഒരു പ്രശ്നവുമില്ല. ഇവൻ എത്ര നേരം ഫോണിൽ കളിക്കുന്നുണ്ടെന്ന് ചോദിച്ചതും ഒരു ദിവസം 6 മണിക്കൂറെങ്കിലും എന്ന് പറഞ്ഞു. അത്ര നേരം ഒന്നും ഫോണിൽ കളിക്കാൻ പാടില്ല, ഫോണിൽ കളിക്കുന്നത് കുറച്ച് കുറക്കൂ എന്ന് പറഞ്ഞയച്ചു. ഈ കാര്യം അമ്മയും വലിയ കാര്യമാക്കിയില്ല. ഓഫ് കോഴ്സ് പയ്യനും കാര്യമാക്കാതെ തോന്നിയ പോലെ റോഡിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റിലും നോക്കാതെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അറിയാതെ എതിരെ വന്നവനെ ഇടിച്ചു. ഇത് കണ്ട അമ്മക്ക് ദേഷ്യം വന്ന് ഫോൺ ഇങ്ങോട്ട് താടാ എന്ന് പറഞ്ഞു വാങ്ങിയതും പയ്യനെ നല്ലോണം ദേഷ്യം വന്നേ. നിങ്ങൾക്ക് എന്താ ഈ ബുദ്ധിയില്ലേ, എന്തിനാ എന്റെ ഫോൺ പിടിച്ചു വാങ്ങുന്നതെന്ന് ചോദിച്ചു. ഇതുവരെയൊക്കെ അമ്മയെ ഒന്ന് എതിർത്ത് സംസാരിച്ചിട്ട് പോലുമില്ല. ഇപ്പൊ വിലയില്ലാത്തതുപോലെ സംസാരിക്കുന്നത് കണ്ടതും അമ്മക്ക് പേടി തോന്നി. ഇപ്പൊ വീട്ടിലേക്ക് എത്തിയതും അച്ഛന് ഫോൺ യൂസ് ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ, അത് എടുത്തു വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങിയതും ഇതിൽ ആ പയ്യനക്ക് ഭയങ്കര ദേഷ്യം വന്നേ ഒരു ബാറ്റ് എടുത്ത് അവന്റെ തലയിൽ തന്നെ അവൻ അടിക്കാൻ തുടങ്ങി. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.